തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന ദിവസം. തളർവാദ രോഗി സൗഖ്യമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഒക്കെ കുറേ ചിന്ത വരും. 4 പേര് ചുവന്നുകൊണ്ട് വന്നു, കർത്താവ് സൗഖ്യമാക്കി. അതിൻ്റെ കൂടെ അച്ഛന്മാരൊക്കെ പറയും നമ്മുടെ എല്ലാം തളർവാദം മാറണം നോയമ്പിൽ എന്ന് പറയും. അതെല്ലാവരുടെ മനസ്സിൽ ചിന്തയായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ തളർവാദം എന്ന് പറയുന്നത് പക്ഷാഘാതമാണ്. സ്ട്രോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്ട്രോക്ക് ഒരു കാലത്ത് സ്ട്രോക്ക് വന്നാൽ വീട്ടിൽ കിടപ്പാണ്. 10, 40, 30 ഒക്കെ വർഷം, നീണ്ട വർഷം സ്ട്രോക്ക് വന്ന് വീട്ടിൽ തളർന്ന് കിടക്കും. പലരെയും നോക്കാൻ ആളുകളില്ല. ചിലരൊക്കെ വല്ല ശുശ്രൂഷയൊക്കെ ചെയ്തെന്നിരിക്കും. പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. കിടന്ന് ഈ ലോകം വിട്ടു പോകുന്ന ഒരവസ്ഥ ധാരാളം കുടുംബങ്ങളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് സ്ട്രോക്കല്ല പക്ഷാഘാതം തുടങ്ങിയാൽ സ്ട്രോക്ക് വരുന്നതിൻ്റെ ഒരു ചെറിയ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം തലച്ചോറിൽ എത്താത്തത് കൊണ്ടാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും കട്ടിയായി പോകും, മുകളിലേക്ക് പോകത്തില്ല. തലച്ചോറ് രക്തമില്ലാതെ വരുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീകരിക്കും. ആദ്യത്തെ ലക്ഷണം ശബ്ദം കുഴഞ്ഞു പോകുക എന്നുള്ളതാണ്. പറയുന്നൊന്നും തിരിയില്ല. നമ്മൾ പറയത്തില്ല ആണ് നാക്ക് കുഴയാൻ തുടങ്ങി, കള്ളടിച്ചാൻ തോന്നുന്നു പറയും. നാക്ക് കുഴയാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ തലച്ചോറിൻ്റെ നിയന്ത്രണം ശരീരത്തില്ലാതെ വരുമ്പോൾ നടക്കാൻ പ്രയാസമാണ്, ബാലൻസ് തെറ്റിപ്പോകും, ശരീരം ഇഴയാൻ തുടങ്ങി. ഇത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി കൂടെയുള്ളവർ അത് അവൻ്റെ അഭിനയമാണ്, കുഴപ്പമില്ല, താഴെയാണ്, അങ്ങനെയാണ്, ഇന്നലെ കഴിക്കാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് കിടത്താതെ ഒരു 4 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്ട്രോക്ക് സെൻറ്ററിൽ അല്ലെങ്കിൽ ഒരു ന്യൂറോ സെൻറ്ററിൽ കൊണ്ടുവന്നാൽ രക്തം അലിയിക്കാനുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ്. ആളെ സുഖപ്പെടുത്താം. അതല്ലെന്നുണ്ടെങ്കിൽ സംസാരം നഷ്ടപ്പെട്ടു പോകാം മണിക്കൂറിൽ കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങ് തളർന്നു പോകും, 2 വയസ്സിൽ തളർന്നു പോകും. അങ്ങനെ രോഗിയായിട്ട് നിത്യം കട്ടിൽ കിടക്കും. ചിലരധികം കിടക്കത്തില്ല. ഇതിൻ്റെ ആഘാതം കൊണ്ട് ഹൃദയവും കൂടെ സ്പന്ദനം നിർന്ന് കടന്നു പോവുകയും ചെയ്യും. ഇതാ സ്ട്രോക്കിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ കാര്യം. നിങ്ങളൊക്കെ ഇപ്പോൾ ചിന്തിക്കും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കിടപ്പുണ്ടല്ലോ. പല വീടുകളിലും ഉണ്ട്. ഹതഭാഗ്യവന്മാരാണ്. 38 വർഷം ഇങ്ങനെ കിടന്നൊരു മനുഷ്യൻ. നമ്മുടെ കൂട്ടത്തിൽ ഈ നാക്ക് വഴിയും അല്ലെങ്കിൽ ചലനശക്തി നഷ്ടപ്പെടുകയും ചെയ്താൽ ആരെയും കൂട്ടിക്കൊണ്ട് പോകണം, അല്ലേ? ഒന്നീ ഭാര്യ കൊണ്ടുപോകണം, അല്ല സഹോദരങ്ങൾ കൊണ്ടുപോകണം, അല്ല മക്കൾ കൊണ്ടുപോകണം. ഇവരാരുമില്ല, അയൽവാസികൾ ആരെങ്കിലും കൊണ്ടുപോകണം. തന്നെ പോകാനൊക്കത്തില്ല. ആരെങ്കിലും എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം, വൈദ്യന്മാരുടെ സമീപത്ത് കൊണ്ടുപോകണം. ഇവിടെ 38 വർഷം കിടന്ന ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോകാൻ പ്രയാസം. ചിലപ്പോൾ ശരീരത്തിന് തൊലിയൊക്കെ പൊട്ടി ബെഡ് സോറൊക്കെ ആയിട്ട് കിടന്ന് കാണുന്നത് ഞാൻ വിചാരിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കും തോന്നുന്നു, അതിന് 38 വർഷം ഒരേ കിടപ്പ് കിടന്നല്ലേ ബെഡ് സോറായി കാണും. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കൊക്കെ അറിയാം. ബെഡ് സോറായി കാണും. ശരീരം അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കാണും, അളിഞ്ഞു കാണും, നാറ്റം വെച്ച് കാണും. അന്നത്തെ കഷായവും കുഴമ്പും എണ്ണയൊക്കെ പ്രയോഗിച്ച് കാണും. അവസാനം അവർ തീരുമാനിച്ചു ഒട്ടുന്നത് പ്രസവിക്കുന്നുണ്ട്, ആരാണ്ടൊക്കെ സൗഖ്യമാക്കുന്നുണ്ട്, കൊണ്ടിയല്ല. കട്ടിലോടെ എടുത്ത് അവൻ്റെ സന്നിധി കൊണ്ടുവന്നു 4 പേര്. ബാക്കി നിങ്ങൾക്കറിയാം. കട്ടിലേ പോയവൻ കട്ടിലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോരുവാണ്. ദൈവം തമ്പുരാൻ്റെ സൗഖ്യദാനത്തിൻ്റെ ശക്തിയാണ് അവിടെ നമുക്ക് കാണുന്നത്. ഇത് നോയമ്പിൽ നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നോയമ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. ഈ അനുഭവത്തിൽ കൂടെ നമുക്ക് ഈ ശാരീരികമായ തളർച്ചയൊന്നുമില്ലെങ്കിലും ആന്തരികമായിട്ട് കുറച്ച് തളർച്ചയൊക്കെ നമുക്കൊക്കെ ഉണ്ട്. ഈ നോയമ്പ് കാലത്ത് നമ്മളെ പ്രയാസപ്പെടുന്ന തളർച്ച, ഒരു കഷ്ണം മീൻ കൂട്ടുകയോ ഒരു കഷ്ണം മാംസം കഴിക്കുകയോ ചെയ്താൽ 50 ദിവസം തുടങ്ങുമ്പോൾ കുഴപ്പമില്ല, 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ കഴിയുമ്പം ഓഫീസിൽ പോയി, പാർട്ടിക്ക് പോയി, അല്ല അവിടെ പോയി ഇവിടെ പോയി എടുത്ത് കഴിക്കും. പിന്നെ അത് കഴിയുമ്പം നോയമ്പ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത നോയമ്പ് വരെ നമുക്ക് കുറ്റബോധമാണ്. സത്യക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പോയില്ലല്ലോ, ഇങ്ങനെ പോയല്ലോ എന്ന് ഓർത്തിട്ട് ആവശ്യമില്ലാത്ത ഒരു കുറ്റബോധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കും. പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് വലിയ പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. ഒരു കഷ്ണം മീനോ ഒരു കഷ്ണം മാംസമോ കഴിക്കുന്നതല്ല നിൻ്റെ ജീവിതത്തിലെ പാപം. എന്താ പാപം? നിൻ്റെ വീട്ടിൽ തന്നെ ഉള്ളവരോടൊന്ന് സംസാരിക്കാതിരിക്കുക, നീ കടപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക, നിനക്ക് ക്ഷമിക്കാൻ സാധിക്കാതെ നോയമ്പ് 50 കൊല്ലം നോക്കിയാലും ക്ഷമിക്കാൻ സാധിക്കാതെ ഹൃദയത്തിൽ അഹന്തയും വിദ്വേഷവും വൈരാഗ്യവും അസൂയമായിട്ട് ജീവിച്ചാൽ നോയമ്പിന് പ്രയോജനമില്ല. ഇതുതന്നെയാണ് നമ്മുടെ നോയമ്പിൻ്റെ യാമപ്രാർത്ഥന എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഒരാൾ വന്നിട്ട് പറയും, നമ്മൾ നോയമ്പ് നോറ്റ് ഇങ്ങനെ യാമപ്രാർത്ഥന 7 നേരവും 40 കുമ്പഴിയിൽ നടത്തി കുറിയലാശ്വരം ചൊല്ലി ഇരിക്കുകയാണ്. വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, വേണം. അപ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തണുക്കുന്നു, ഒരു നിർവാഹവുമില്ല. ഓ നിനക്ക് തണുക്കുന്നുണ്ടല്ലോ, നീ പോയി തീ കാഞ്ഞു. നിനക്ക് തീ കാഞ്ഞ് കഴിയുമ്പം അല്ലെ തീ കൊണ്ട് കഴിയുമ്പോൾ അല്ലെ നല്ലൊരു സെറ്റ് എടുത്ത് കഴിയുമ്പം നിനക്ക് ചൂട് കിട്ടും. അത് അവനും അവിടെ പിതാക്കന്മാർ പ്രാർത്ഥന എഴുതുന്നത് അത് അവനും അറിയാം, അവനെ ശിക്ഷിച്ചവനും അറിയാം. അവൻ നിൻ്റെ അടുത്ത് തണുപ്പെന്ന് പറയുന്നത് നീ നോയമ്പ് നോക്കാമെന്ന് പറഞ്ഞിരിക്കാതെ അവനൊരു കമ്പിളി കൊടുക്കുകയോ അവനൽപ്പം ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ചിലർ വന്നിട്ട് പറയും വിശക്കുന്നു, ഇവിടെ നോയമ്പാണ്, രാവിലെ ഒന്നും കഴിക്കാൻ ഉപവസിച്ച് നമ്മൾ നോയമ്പ് നോക്കുകയാണ്, ഇറച്ചിയും മീനും വീടിൻ്റെ പരിസരത്ത് പോലും നമ്മൾ കയറ്റത്തില്ല, മൗനവ്രതമാണ്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഒരാൾ വിശക്കുന്നെന്ന് പറഞ്ഞാൽ പറയും നീ പോയി വേല ചെയ്ത് അധ്വാനിച്ച് ജീവിച്ചോ. അങ്ങനെ ഇപ്പം നമ്മുടെ അടുത്തല്ല അധികം പേരൊന്നും പറയാറില്ല. പക്ഷെ അങ്ങനെ മറ്റുള്ളവരെ കരുതാതെ, മറ്റുള്ളവരോട് ക്ഷമിക്കാതെ, വേറൊരിടത്ത് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ഇറച്ചിയും മീനും മുട്ടയും പാലും വളരെ നിഷ്ഠയോടുകൂടി
മാറ്റി വെക്കും. ഇറച്ചിയും മീനും ഉണ്ടാക്കുന്ന പാത്രം പോലും വീട്ടിൽ കയറ്റത്തില്ല. പുതിയ പാത്രം നോയമ്പ് കഞ്ഞി വെക്കാൻ നോയമ്പ് നോക്കും. പക്ഷേ എന്താ വിഷയം? പതിവായിട്ടുള്ള സന്ധ്യാ നേരത്തെ പരിപാടി ഒഴിവാക്കത്തില്ല. യാമപ്രാർത്ഥനയ്ക്കകത്ത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, നീ നോയമ്പ് ഉപവസിക്കുകയും മദ്യപാനത്തിന് ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ നിന്റെ നോയമ്പ് കൊണ്ട് എന്താണ് പ്രയോജനം? അതിന് നമ്മൾ ന്യായീകരിക്കുകയും ചെയ്യും. നീ നോയമ്പ് നോക്കി ഉപവസിക്കുകയും നിന്റെ സഹോദരനോട് സ്നേഹമില്ലാതെ അവനെ നിന്ദിതനായി കാണുകയും ചെയ്താൽ നിന്റെ നോയമ്പ് കൊണ്ട് എന്ത് പ്രയോജനം? ഈ പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ തളർവാദം. ഈ പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ കുരുടൻ. ഈ പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ ബലഹീനതകൾ. അതിനെ മാറ്റാനാണ് നോയമ്പ് നോക്കുന്നത്. അതിനെ മാറ്റാൻ വേണ്ടിയാണ് പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ രണ്ട് പ്രസ്താവനകളുണ്ട്. ഒന്ന് ധാരാളമുണ്ട്, പക്ഷേ ഈ ദിവസം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ രണ്ട് കാര്യം. ഒന്ന്, ആന്തരിക മനുഷ്യൻ ബലപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളോട് അന്നത്തെ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ എല്ലാം പറഞ്ഞ വാക്കാണ്, നിന്റെ ആന്തരിക മനുഷ്യൻ ബലപ്പെടണം. നമ്മൾ ഈ പുറമേ കാണുന്ന കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉള്ളവർ കുറേ കാലം കഴിയുമ്പോൾ മണ്ണിൽ പോകുന്നതാണ്. പക്ഷേ മാമോദീസായാലും മൂറോൻ അഭിഷേകത്തിൽ വിശുദ്ധ കുർബാന അനുഭവിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നർ പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു ഇന്നർ സ്പിരിച്വൽ ലൈഫുണ്ട്, ആന്തരിക മനുഷ്യൻ. അതുകൊണ്ട് വിശദീകരിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ ഒറ്റ വാക്ക് ഞാൻ പരിചയപ്പെടുത്തുക. ഈ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്താൻ, ഊർജ്ജപ്പെടുത്താൻ, ശക്തിപ്പെടുത്താനാണ് നോയമ്പ് ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ കാര്യം. രണ്ടാമത് ഞാൻ പറയുന്നത് കൊരിന്ത്യർ ലേഖനത്തിലാണ്, നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ മൂടുപടമില്ലാത്ത മുഖത്തോടെ ദൈവസന്നിധി നിൽക്കണം. മൂടുപടവും ദൈവസന്നിധിയും ഒക്കെ പറയുന്നത് മോശയുടെ അനുഭവത്തിലാണ് പറയുന്നത്. മോശ സീനായ് മലയിൽ പോയി 40 ദിവസമായിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ജനം നോക്കിയപ്പോൾ ഇവനെ കാണുന്നില്ല. അവസാനം ഇറങ്ങി വന്നപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ തിളങ്ങുകയാണ്, നല്ല ശോഭയോടുകൂടി തിളങ്ങുകയാണ്. ഒന്നേ നോക്കിയുള്ളൂ, പഴയ മോശയല്ലേ ഇത്, ഒറ്റ പ്രാവശ്യം നോക്കിയുള്ളൂ. അപ്പോൾ അവിടുന്ന് നേതാക്കന്മാരെല്ലാം ചെയ്തു, ഒരു ശീല കൊണ്ടു മുടിയെടുത്ത് ഒരു തുണിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖം മൂടി. പിന്നെ എപ്പോഴും മോശം വരുമ്പം ജനത്തിൻ്റെ അടുത്തൊരു മുഖം മൂടും, ദൈവത്തിൻ്റെ അടുത്തുള്ള മുഖം മൂടും, മാറ്റും. അത് പഴയ നിയമത്തിൻ്റെ ഒരു പാരമ്പര്യമൊക്കെയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മൂടുപടമെന്ന് പറയുന്നത് ഒരു വേർപാടാണ്, ഒരു മറയാണ്. നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അത് മാറ്റിയിട്ട് മുഖാമുഖം ദൈവത്തെ കണ്ട്, ആന്തരികമായിട്ട് ദൈവത്തെ കണ്ട്, ആ തേജസ് പ്രാപിച്ച് പ്രകാശിക്കുന്ന ഒരു അനുഭവം, ആന്തരിക മനുഷ്യൻ ബലപ്പെടുന്ന ഒരു അനുഭവം. അതിന് ചില കാര്യമൊക്കെ ചെയ്യണം. മോശ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പം പച്ച മരത്തിന് തീ കത്തുന്നു, എന്തൊരു ഭയങ്കര സംഭവമാണ്. അദ്ദേഹത്തെ നല്ല പരിചിതമായ സ്ഥലമാണെങ്കിൽ ഈ തീ കത്തുന്ന കണ്ടിട്ട് അദ്ദേഹം ചെന്ന് അവിടെ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിന് ചെരുപ്പഴിച്ച് കളയണം. മോശ അഴിച്ചു മാറ്റി ദൈവം വലിയ അരുളപ്പാടുകളും കൽപ്പനകളും കൊടുത്തു. അവൻ്റെ ആന്തരിക മനുഷ്യൻ ബലപ്പെടുകയാണ്, അവൻ്റെ മുഖം തേജസ് കൊണ്ട് വിളങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് നമ്മളോടുള്ളൊരു ആഹ്വാനം, ഈ നോയമ്പിൻ്റെ ഒരു ആഹ്വാനം അതാണ്. നീ നിൽക്കുന്ന സ്ഥലം, നിന്റെ ജീവിതം വിശുദ്ധമാകിയാൽ പാപത്തിൻ്റെ എല്ലാ വള്ളികൾ, ചെരുപ്പുകൾ അഴിച്ചു മാറ്റണം, തിന്മയുടെ ശക്തികൾ അഴിച്ചു മാറ്റണം. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അന്യനെ കരുതാത്തതായ ജീവിത അനുഭവങ്ങൾ ജീവിതത്തിന് അഴിച്ചു മാറ്റണം. അവിടെ പ്രകാശം ഉണ്ടാകുകയുള്ളൂ, അരുളപ്പാടുണ്ടാകുകയുള്ളൂ, ശക്തിയായിട്ട് ജീവിത അനുഭവം ഉണ്ടാകും. രണ്ടാമത്തേത് ഒരു രാജാവിൻ്റെ കഥയാണ്. ആരാൻ രാജാവ്, അദ്ദേഹം ഏലിയാ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി തയ്യാറായിട്ട് വരികയാണ്. പ്രവാചകന് ശിഷ്യൻ്റെ ഓടിപ്പോയി, ഇതുപോലൊരു മലയായിരിക്കും, മലയിൽ ഒളിച്ചിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ശിഷ്യൻ നോക്കുമ്പോൾ മലയ്ക്ക് ചുറ്റും പട്ടാളക്കാർ നിൽക്കുകയാണ്, രാജാവിൻ്റെ പടയാളികൾ. പിന്നെ രക്ഷയില്ല. നിങ്ങൾ വായിച്ചു രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. പിന്നെ രക്ഷയില്ല. എന്താ ചെയ്തത്? ഈ പ്രവാചകൻ ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും പരിശുദ്ധ ഗീവർഗീസ് നവനാസ് തിരുമേനിക്കും പരിമല തിരുമേനിക്കും ഒക്കെ പ്രതിസന്ധികളും ജീവിതവും ഒക്കെ ഒരൊറ്റ മാർക്കേ ഉള്ളൂ, നേരെ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി, മുഖത്തോട് നോക്കി അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ആ കണ്ണീരെന്ന് പറഞ്ഞാൽ വെറുതെ വരുന്നല്ല, ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ചൂടോടെ പൊട്ടി പുറപ്പെട്ട് നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ കൂടെ പുറത്തോട്ട് വരുന്ന കണ്ണുനീര്. ആ കണ്ണുനീരാണ് ഈ സഭയുടെ ആധാരം. നമ്മുടെ പലരുടെയും കണ്ണുനീരാണ്, നമ്മുടെ പൂർവികരുടെ കണ്ണുനീരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. അത് അനുഭവിച്ച് ശ്രേഷ്ഠമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധി, ഏത് പ്രശ്നവും ലാഘവത്തോടെ ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കും. നമ്മൾ പരിശീലിക്കേണ്ട ഒരു അനുഭവമാണ്. ഈ പ്രവാചകൻ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ബഹളം വെക്കുന്ന ശിഷ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ നോക്കാം, എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ നിൽക്കുന്ന പട്ടാളക്കാരുടെ നടുവിൽ അവരെ ചുറ്റി അവരുടെ അഹവാശത്ത് വേറൊരു മതിലാണ്. ആരുടെ മതിലാണ്? സ്വർഗത്തിലെ മാലാഖമാരുടെ മതിൽ. പിന്നെ പേടിയുണ്ടാവുമോ? പിന്നെ ഭയമുണ്ടാവുമോ? അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, വട്ടശ്ശേരി തിരുമേനിയെ കൊല്ലാൻ, വധിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഭിത്തിയിൽ കൂടെ ഇങ്ങനെ ഉടുമ്പിനെ പിടിച്ച് വലിഞ്ഞ് കയറി ജനലിൽ കൂടി എത്തി നോക്കുമ്പം വാള് കയ്യിലോട്ട് വെട്ടാൻ, വട്ടശ്ശേരി തിരുമേനിയെ നശിച്ചു കഴിഞ്ഞാൽ, അല്ല ഇല്ലാതായാൽ
എതിർപക്ഷത്തിന് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം മുഴുവൻ കൈക്കലാക്കാമെന്നുള്ള ചിന്തയിലാണ്. ആദ്യം വേശ്യാശ്രയെ കയറ്റിക്കൊണ്ട് പ്രലോഭിപ്പിക്കാൻ തിരുമേനി വീണില്ല. വീഴുവോ? അഗ്നികുണ്ഡം പോലെ സൂര്യനാ ബാസുരൻ. ആ ബാസുരൻ അങ്ങനൊന്നും വീഴത്തില്ല. നമ്മളൊക്കെയാണ് പോകും. അത് കഴിഞ്ഞപ്പോഴാണ് പിറ്റേ കൂടെ വലിഞ്ഞു കയറി വരികയാണ് ഒന്നാം നിലയിൽ. എന്താ സംഭവിച്ചത്? പാതിരാത്രിയുടെ നടുവിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കണ്ണുനീരിങ്ങനെ ധാരധാരി ഒഴുക്കിക്കൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു എത്തി ഒന്നും നേടാനില്ല. അവൻ തിരിച്ചു പോയി, ഇറങ്ങിപ്പോയി. കൊല്ലാനൊത്തില്ല, അവന് കൊല്ലാനൊത്തില്ല. ഇതാ പ്രാർത്ഥനയുടെ ശക്തി. ഇത് കണ്ണ് തുറന്ന് കാണണമെന്ന് ദൈവം തമ്പുരാൻ പറയുന്നത്. പ്രവാചകൻ പറഞ്ഞത്. ആ ഒരു ശക്തി നമ്മുടെ ചുറ്റും വളരണമെങ്കിൽ നോയമ്പ്, ഉപവാസം, പ്രാർത്ഥന, മുട്ടിപ്പാട്, പ്രാർത്ഥന വേണം. മൂന്നാമത്തെ ഒരു കാര്യം അല്പം നീണ്ടു പോകുന്നു. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. 2 ശിഷ്യന്മാർ യെരൂശലേമിൽ എമ്മൗസിലേക്ക് പോവുകയാണ്. എന്താ സംഭവിച്ചത്? അവരുടെ സംഭാഷണം മുഴുവൻ യേശു ഉയർത്തെഴുന്നേറ്റു. അതൊരു വലിയ വർത്തമാനമായിക്കൊണ്ട് പോവുകയാണ്. ഒരപരിചിതൻ കൂടെ നടന്നു. കുറച്ചു നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേന്, നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? കുറേ നേരം അല്ല ഇങ്ങനെ സംസാരിക്കുന്നത്. യെരൂശലേമിൽ താമസം, നിനക്ക് മാത്രമേ കഥ അറിയാൻ പാടുള്ളൂ. അവരിതിനോട് പറഞ്ഞു, നസറാന യേശുവിനെ പിടിച്ചു, കൊന്നു, ക്രൂശിൽ തറച്ചു, അവൻ കബറടക്കപ്പെട്ടു. പക്ഷെ ഞങ്ങൾ രാവിലെ നോക്കും അവനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ് ഉടനെ വഴിയമ്പലത്തിൽ അവർ കയറി ഭക്ഷണം കഴിക്കാനിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ലൂക്കോസ് 24 അധ്യായത്തിൽ പറയുന്നത് എന്താണ്? അവരുടെ കണ്ണ് തുറന്നു. ആളങ്ങ് അപ്രത്യക്ഷമായി. അപ്പോഴവർ പറയാണ്, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവരുടെ ഹൃദയത്തിലൊരു നൊമ്പരം ഉണ്ടായി. അവർ ചോദിക്കുക, ഇത്ര നേരം നമ്മുടെ കൂടെ നടന്ന കർത്താവായിരിക്കും. അവർ മുന്നോട്ട് പോലെ തിരിച്ച് യെരൂശലേമിലോട്ട് യേശുവിനെ ഉദ്ഘോഷിക്കുക. ഈ ത്രോണോസിൽ, ഈ അപ്പത്തിലും വീഞ്ഞിലും കർത്താവിൻ തിരുശരീരത്തിലും ആത്മാർത്ഥമായിട്ട്, സത്യാനുതാപത്തോടെ, എളിമയോടെ, നിർമ്മലതയോടെ വന്ന് സംബന്ധിച്ചാൽ കണ്ണു തുറക്കും. തമ്പുരാൻ വഴി നടത്തുന്ന അനുഭവങ്ങൾ കാണാൻ സാധിക്കും. തളർച്ച മാറ്റണം, ആത്മീയ തളർച്ച പോകണം, ചെരുപ്പഴിച്ചു മാറ്റണം, ഭാവമഴിച്ചു മാറ്റണം, പ്രാർത്ഥനയുടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ ഉപവാസത്തോടും നോയമ്പോടും പ്രാർത്ഥനയോടും കൂടി ചടങ്ങല്ലാതെ ആത്മാർത്ഥമായി സംബന്ധിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിച്ച് നടത്തിയ മഹാപരിശുദ്ധന്മാരെ, പിതാക്കന്മാരുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിന് ഒരു വലിയ കൃപയാണ് നമ്മൾ. ആ പിതാക്കന്മാരുടെ മധ്യസ്ഥ നമുക്കുണ്ടാകട്ടെ. ദൈവം തമ്പുരാൻ നമ്മുടെ ആത്മീയ തളർച്ചകൾ, ജീവിതത്തിൻ്റെ തളർച്ചകൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, സഹിക്കാൻ പാടില്ലാത്ത പരീക്ഷണങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട്, അനേകരുണ്ട്. അതിലൊക്കെ ദൈവം ശക്തിയും കൃപയും തന്ന് നമ്മെ ഓരോരുത്തരും നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.